ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോൻപുകാലത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ പുണ്യയാത്രയിൽ ഈ 5-ാമത്തെ ഞായറാഴ്ച വീണ്ടും കരുണയുടെ സ്രോതസ്സ് തുറക്കുകയാണ് ക്രിസ്തു. നിയമത്തിൻ്റെ കാർക്കശ്യങ്ങൾ കൊണ്ടല്ല യേശു ഒന്നും കൈകാര്യം ചെയ്യുന്നത്, കാരുണ്യത്തിൻ്റെ കരസ്പർശനങ്ങൾ കൊണ്ടാണ്. അവൻ നിയമത്തെ ബഹുമാനിക്കുന്നുണ്ട്, എന്നാൽ മനുഷ്യൻ്റെ ബലഹീനതകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. കാർക്കശ്യങ്ങൾ കാണിക്കേണ്ടിടത്ത് കാണിക്കണം, എന്നാൽ അതിനേക്കാൾ കരുണ ആവശ്യമുള്ളിടത്ത് കരുതലും കരുണയും കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇത് മനുഷ്യനുള്ളൊരു പാഠം കൂടിയാണ്. കല്ലെറിയുവാൻ കാത്തു നിൽക്കുന്ന മനുഷ്യൻ്റെ മുമ്പാകെ ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവരിലേക്കും അവരുടെ തെറ്റിലേക്കുമൊക്കെ ആവേശത്തോടെ അടുക്കുന്നവർ, എറിയാൻ നിൽക്കുന്നവർ, കുറ്റപ്പെടുത്താൻ നിൽക്കുന്നവർ, വിമർശിക്കാൻ നിൽക്കുന്നവർ, പരിഹസിക്കുന്നവരൊക്കെ ഒരു വേള അവനവനിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നല്ല ചോദ്യം പോലെ നമ്മുടെ ഹൃദയത്തിൽ അത് പതിക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുവാൻ ഇനി നമ്മുടെ വാക്കുകൾക്കും, കല്ലെറിയുവാൻ നമ്മുടെ കരങ്ങൾക്കും, മുറിവേൽപ്പിക്കുവാൻ നമ്മുടെ വാക്കുകൾക്കും സാധ്യമാവുകയില്ല. കാരണം അത്രത്തോളം ബലഹീനതയിൽ ജീവിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ബലഹീനതകളെ ഇങ്ങനെ ഇകഴ്ത്തുവാനും പരിഹസിക്കുവാനും ഒക്കെ സാധിക്കുക? അവനെ പരീക്ഷിക്കുവാൻ ആകുന്ന വിധത്തിൽ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതം സ്വയം ഒരു പരിശോധനയ്ക്ക് ക്രിസ്തു വിട്ടുകൊടുക്കുകയാണ്. പ്രായമുള്ളവർ തുടങ്ങി ചെറുപ്പക്കാർ വരെ കരുതി വെച്ച കല്ലുകൾ താഴെയിട്ട് കടന്നു പോകുമ്പോൾ അവർക്കൊരു ബോധ്യം കിട്ടി, ഇനി സൂക്ഷിക്കേണ്ടത് ഹൃദയത്തിലെ നന്മയാണ്. എറിയുവാനുള്ള ഭാരമുള്ള കല്ലുകളൊക്കെ ക്രിസ്തുവിൻ്റെ ആ തിരുമുമ്പിൽ വീഴുന്നുണ്ട്. പുതിയൊരു മനുഷ്യനായി രൂപപ്പെടുവാനുള്ള അവസരമാണ്. ആരെയും അങ്ങനെ വിധിക്കുന്നവനല്ല, നിരമറിച്ച് നന്മയുടെ പാതകൾ തുറന്നു കൊടുക്കുകയാണ്. പുതിയ അവസരങ്ങൾ ജീവിക്കുവാൻ നൽകുന്നവൻ്റെ പേരാണ് ക്രിസ്തു. പുതിയ പാപമോചനവും ശക്തിയും വിശുദ്ധിയും പകർന്നു നൽകുന്ന അത്ഭുതകരമായ സ്രോതസ്സാണത്. ബലഹീനതകളിൽ പലപ്പോഴും ശിരസ് നമിച്ചിരിക്കുമ്പോഴും ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പോലും മുറിപ്പെടുത്തുവാൻ ക്രിസ്തുവിന് സാധിക്കുന്നില്ല. ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെ ബലഹീനതകൾ അംഗീകരിക്കുകയാണ്. മക്കളുടെയൊക്കെ ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ അത് വല്ലാത്ത രീതിയിൽ പൊരിപ്പിച്ച് കാട്ടാതെ സ്നേഹത്തോടെ ചേർത്തണച്ച് അവരെ ഒന്ന് ആശ്ലേഷിച്ച് ആശ്വസിപ്പിക്കുന്ന വലിയ സ്നേഹം പോലെ ക്രിസ്തുവിത തൻ്റെ പാദങ്ങളിൽ ഇരിക്കുന്ന പാപിനി എന്ന് വിശേഷിപ്പിക്കുന്നവളെ പരിശുദ്ധിയിലേക്ക് ചേർത്തണച്ചുകൊണ്ട് മനസ്സിലൊന്നും കുറിച്ചു വെക്കാതെ മണ്ണിലെഴുതി മായ്ച്ചു കളയുവാൻ പാകത്തിൽ ഒരു വിശാലത കാട്ടുന്നുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ അനുഗ്രഹമായി തിരികെ കിട്ടുന്ന ജീവിതമൊക്കെ നല്ലൊരു തിരിച്ചറിവിന് കാരണമാവട്ടെ. പുതിയ വഴികളാവട്ടെ, പുതിയ ജീവിത പന്താവുകൾ തേടുന്നതാവട്ടെ, നന്മകൾക്ക് സ്രോതസ്സുകൾ തുറക്കുന്ന ഇടങ്ങളായി രൂപപ്പെടട്ടെ. ഇനിയും തിന്മകളിലേക്ക് വഴുതി പോകേണ്ടതല്ല എന്നും നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവട്ടെ. ഇപ്പോൾ ആനുകൂല്യമാണ്, അനുഗ്രഹമാണ്. അതൊരു അഹങ്കാരമായി അലങ്കാരമായി ഒന്നും കാണണ്ട. അത് വലിയൊരു ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള വിളി മാത്രമായിട്ട് കരുതാം. മേലിൽ നീ പാപം ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ എല്ലാവർക്കും. കല്ലെറിയുന്നവരോടും കരുണ ലഭിച്ചവരോടുമൊക്കെ ഒരുപോലെ പറയുകയാണ്, പാപമില്ലാത്തവരായി നമ്മൾ ആരുമില്ല. പരിശുദ്ധനായവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇനി കിട്ടുന്നതൊക്കെ ആനുകൂല്യവും അനുഗ്രഹവുമാണ്. അത് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധമായ ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, പ്രകീർത്തിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ കുഞ്ഞു ജീവിതം വഴി സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയിൽ ആമേൻ.